ഏതായാലും ഇന്നത്തെ ഈ ഒരു RBI നയങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മളോടൊപ്പം കൂടുതൽ സംസാരിക്കാനുമായി ഫോർമർ ഫെഡറൽ ബാങ്കിന്റെ ഫോർമർ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് ശ്രീ KA ബാബു നമ്മളോടൊപ്പം ചേരുകയാണ്. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. സാർ, ഇന്നിപ്പോൾ നമ്മളുടെ ഇപ്പോൾ യോഗ തീരുമാനങ്ങളൊക്കെ വന്നിരിക്കുകയാണ്. MPCയുടെ പ്രതീക്ഷിച്ചതുപോലെ തന്നെ നിരക്കുകളിൽ വലിയ മാറ്റം ഒന്നും തന്നെ വന്നിട്ടില്ല. ഒപ്പം തന്നെ വിഡ്രോവൽ ഓഫ് അക്കോമഡേറ്റീവ് സ്റ്റാൻസ് തുടരും എന്നുകൂടിയാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു വാർത്ത ഇപ്പോൾ കഴിഞ്ഞ ഒരു തുടർച്ചയായിട്ടൊരു 8ാമത്തെ സെഷനിലാണ് ഇത്തരത്തിലൊരു സ്റ്റാഗ്നൻ്റ് ആയിട്ടുള്ളൊരു തീരുമാനം, അല്ലെങ്കിൽ അതേ ഒരു സ്റ്റാറ്റസ് കോ ആയിട്ടുള്ളൊരു തീരുമാനം ഇപ്പോൾ RBI എടുത്തിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ 3 പ്രധാനപ്പെട്ട മാൻഡേറ്റുകളാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റിക്ക് ഉള്ളത്. ഒന്ന് ഇൻഫ്ലേഷൻ മാനേജ്മെന്റ് ആണ്, മറ്റൊന്ന് ലിക്വിഡിറ്റി മാനേജ്മെന്റ് ആണ്. അതോടൊപ്പം തന്നെ റിസർവ് ബാങ്ക് എപ്പോഴും പറയുന്നത് ഞങ്ങൾ ഗ്രോത്തിനും കൂടെ മനസ്സിൽ വെച്ചുകൊണ്ടുള്ള പോളിസി സ്റ്റാൻസ് ആയിരിക്കും എടുക്കുക എന്നാണ്. അപ്പം ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന ഒരു കോറായിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റി പ്രധാനമായിട്ടും അഡ്രസ് ചെയ്യുക. അതോടൊപ്പം തന്നെ ലിക്വിഡിറ്റി മാനേജ്മെന്റുമാണ്. അപ്പോൾ ഇൻഫ്ലേഷന്റെ കാര്യത്തിൽ നമുക്കറിയാം, കഴിഞ്ഞ കാലങ്ങളിൽ ഒരു വർഷത്തിന് മുൻപുള്ള സിറ്റുവേഷനൊക്കെ ഇൻഫ്ലേഷൻ റേറ്റ് ഇന്ത്യയിൽ കൂടുതലായിരുന്നു. ഇൻഫ്ലേഷൻ റേറ്റ് താഴേക്ക് കൊണ്ടുവരാനുള്ള വളരെ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു എഫർട്ടാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എടുത്തിരുന്നത്. അതുകൊണ്ടാണ് 2023 ഫെബ്രുവരി മാസത്തിന് ശേഷം 6.5 റിപ്പോ റേറ്റിൽ എത്തിയതിനു ശേഷം പിന്നീട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റിപ്പോ റേറ്റ് ഉയർത്തുന്ന ഒരു തീരുമാനത്തിലേക്ക് എത്താതിരുന്നത്. അതിന്റെ ഇൻഫ്ലേഷന്റെ ഒരു സിറ്റുവേഷൻ ഉള്ളതുകൊണ്ടോ അല്ലെങ്കിൽ റിപ്പോ റേറ്റ് താഴേക്ക് കൊണ്ടുവരാത്ത ഒരു സിറ്റുവേഷൻ എടുത്തിരിക്കുന്നത് ഇൻഫ്ലേഷൻ റേറ്റ് മാനേജ്മെന്റിന്റെ കോറായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം നിറവേറ്റുന്നതിന്റെ ഭാഗമായിട്ടാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ സ്ഥിതികൾ എന്ന പോലെ തന്നെ ഒരു 6 മാസം അല്ലെങ്കിൽ 9 മാസം മുൻപ് വരെയൊക്കെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എപ്പോഴും കാണിച്ചിരുന്ന മോണിറ്ററി പോളിസി എപ്പോഴും കാണിച്ചിരുന്ന ഒരു ഉത്തരവാദിത്വം ഇന്റർനാഷണൽ മോണിറ്ററി സിറ്റുവേഷനിൽ പ്രത്യേകിച്ച് US ഫെഡ് റേറ്റ് മുതലായിട്ടുള്ള റേറ്റുകളിൽ വരുന്ന മാറ്റങ്ങൾ, ഓയിൽ പ്രൈസിൽ വരുന്ന മാറ്റങ്ങൾ, ജിയോ പൊളിറ്റിക്സ് സിറ്റുവേഷനിൽ വരുന്ന മാറ്റങ്ങൾ ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്തെയും ഇന്ത്യയുടെ റേറ്റിനെയും ബാധിക്കുന്ന രീതിയിലുള്ള ഒരു ഡിസിഷൻസും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കൈക്കൊണ്ടിരുന്നു. പക്ഷെ കഴിഞ്ഞ 2, 3, 4 ക്വാർട്ടറുകളായിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കൂടുതലായിട്ടും ശ്രദ്ധിക്കുന്നത് ഇന്ത്യൻ സിറ്റുവേഷനാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഇന്റർനാഷണൽ സിറ്റുവേഷനിലുള്ള ഡിപ്പെൻഡബിലിറ്റി കുറഞ്ഞു വന്നു എന്ന് പറയുന്ന ഒരു നിലപാടും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എടുത്തിട്ടുണ്ട്. അത് ഒരു കണക്കിന് നല്ലതാണ് താനും. അതിന്റെ അടിസ്ഥാനത്തിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ കൺട്രോൾ അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ മാനേജ്മെന്റിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നമ്മൾ ഇൻഫ്ലേഷൻ 4.8%, 2.83% എത്തിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ എത്തിയിരിക്കുന്നത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈ വർഷം എയിം ചെയ്യുന്നത് 4.5% ആണ്. 4% ആണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എയിം ചെയ്യുന്ന ഇൻഫ്ലേഷന്റെ റേറ്റ്. 4%, 2% അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റങ്ങളാവാം എന്ന് പറയുന്ന റേറ്റ് ആണ്. അപ്പൊ 2025 4%, 2025 മാർച്ചിലേക്ക് 4.5% എന്ന് പറയുന്ന ഇൻഫ്ലേഷൻ ഫോർകാസ്റ്റ് വെച്ചുകൊണ്ടാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഫോർകാസ്റ്റ് ഇപ്പോഴും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ മെയിൻറ്റെയിൻ ചെയ്യാണ്. അപ്പോൾ അതേസമയം CPI ഇൻഫ്ലേഷന്റെ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് റേറ്റ് ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു 4.82 വന്നിട്ടുണ്ടെന്ന് പറയുമ്പോഴും അത് CPI ടോട്ടൽ ഇൻഡെക്സ് ആണ്. ഫുഡ് ഇൻഫ്ലേഷൻ ഇപ്പോഴും 8% മേലെയാണ്. 8.7% ഫുഡിന്റെ ഇൻഫ്ലേഷൻ. അതുപോലെ തന്നെ മറ്റൊരു രീതിയിൽ ഇന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പറഞ്ഞത് തന്നെ 2 ഡിജിറ്റ് ഇൻഫ്ലേഷൻ ആണ് വെജിറ്റബിൾസ് ആൻഡ് പൾസസിലേക്ക് ഉള്ളത്. അപ്പൊ സാധാരണക്കാരുടെ ആവശ്യങ്ങൾ മീറ്റ് ചെയ്യുന്ന ഫുഡ് ഇൻഫ്ലേഷൻ, വെജിറ്റബിൾ ഇൻഫ്ലേഷൻ, സിറിയൽസ് ഇൻഫ്ലേഷൻ, പൾസസ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന ഇൻഫ്ലേഷൻ റേറ്റുകളെല്ലാം തന്നെ ഇപ്പോഴും ഒന്നിലോ ഹൈ സിംഗിൾ ഡിജിറ്റിലേക്ക് നിൽക്കുന്നു, അല്ലെങ്കിൽ 2 ഡിജിറ്റിൽ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇൻഫ്ലേഷൻ മാനേജ്മെന്റിന്റെ ഭാഗമായിട്ട് റേറ്റുകൾ നിലനിർത്തുക എന്ന് പറയുന്ന ഒരു സാഹചര്യം മാത്രമാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മുന്നിലുള്ളത്. അതുകൊണ്ടാണ് റിപ്പോ റേറ്റ് ഇപ്പോഴും 6.5% തന്നെ നിലനിർത്തിക്കൊണ്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആ കാര്യങ്ങൾ വീണ്ടും ആവശ്യമായ സാഹചര്യങ്ങളിൽ വിലയിരുത്തും, അതിനെക്കുറിച്ച് പുനർവിചാരം ഉണ്ടാവും എന്ന് പറയുന്നത്. പിന്നെ US റേറ്റിൽ മാറ്റം ഉണ്ടാവും എന്നൊരു പ്രതീക്ഷ ഉണ്ടെങ്കിലും US റേറ്റിൽ റേറ്റ് മാറ്റം വരുത്തിയിട്ടില്ല. കാര്യം ഇന്റർനാഷണൽ റേറ്റിലേക്ക് വല്ലാതെ ഡിപ്പെൻഡൻസി ഇല്ല എന്ന് പറയുമ്പോഴും ആ ഒരു ചേഞ്ച് വരുത്തിയിട്ടില്ല. അതുകൊണ്ട് 6.5% തന്നെ തുടർന്നും അടുത്ത ക്വാർട്ടറിലേക്കോ 2 ക്വാർട്ടറിലേക്കോ സെപ്റ്റംബർ കഴിയുന്നത് വരെ തീർച്ചയായിട്ടും ആ സാഹചര്യം ഉണ്ടാവും. സെപ്റ്റംബർ എന്ന് പറയുന്നത് കൊണ്ട് ഞാൻ പ്രത്യേകിച്ച് ഉദ്ദേശിക്കുന്നത് ഖാരിഫ് സീസണിലുള്ള നമ്മുടെ പെർഫോമൻസ്, വെജിറ്റബിൾ ക്രോപ്പ് പെർഫോമൻസ്,
പ്രത്യേകിച്ചും ഖാരിഫ് സീസണിന്റെ പ്രൊഡക്റ്റിന്റെ ഹാർവസ്റ്റിന്റെ പെർഫോമൻസ് ഉദ്ദേശിക്കുന്ന നല്ല മൺസൂൺ പ്രതീക്ഷിക്കുന്നതുകൊണ്ട് അത് നന്നായിരിക്കുമെന്നും ഫുഡ് ഇൻഫ്ലേഷൻ ആ രീതിയിൽ താഴേക്ക് വരുമെന്നും റിസർവ് ബാങ്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു ചേഞ്ച് വരുമ്പോൾ CPI ഇൻഫ്ലേഷൻ 4.82 എന്ന് പറയുന്നത് 4.83 എന്ന് പറയുന്ന ഇൻഫ്ലേഷന് ഇപ്പോൾ ഉള്ള ഇൻഫ്ലേഷൻ CPI ഇൻഫ്ലേഷൻ ആകമാനം തന്നെ 4.5 അടുത്ത റേറ്റിലേക്ക് കയറുന്നതോടൊപ്പം തന്നെ ഫുഡ് ഇൻഫ്ലേഷന്റെയും വെജിറ്റബിൾസിന്റെയും സിറിയൽസിന്റെയും പൾസസിന്റെയും കൂടെ ഇൻഫ്ലേഷൻ റേറ്റ് താഴേക്ക് വരുന്ന ഒരു സാഹചര്യമാണ് റിസർവ് ബാങ്ക് പ്രതീക്ഷിക്കുന്നത്. അതനുസരിച്ചായിരിക്കും പുതിയ മാറ്റങ്ങൾ ഇൻഫ്ലേഷൻ റേറ്റിൽ വരുന്നത്. അതുകൊണ്ടാണ് റിപ്പോ റേറ്റിൽ ഇത്തവണയും പ്രതീക്ഷിച്ചിരുന്ന പോലെ തന്നെ റേറ്റ് വേണ്ട എന്ന് പറഞ്ഞത്. പക്ഷെ അതിലൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, കഴിഞ്ഞ മോണിറ്ററി പോളിസിയിൽ ഈ ഒരു തീരുമാനം എടുത്തത് 5:1 എന്ന് പറയുന്ന ഒരു മജോറിറ്റി വെച്ചുകൊണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ അത് 4:2 എന്ന് പറയുന്ന മജോറിറ്റിയിലേക്ക് കുറഞ്ഞിട്ടുണ്ട്. അതിനർത്ഥം റേറ്റിലെ നിലവിലുള്ള പോളിസി സ്റ്റാൻസ്, പ്രത്യേകിച്ചും അക്കോമഡേഷൻ ഓഫ് വിഡ്രോവൽ ഓഫ് അക്കോമഡേഷൻ എന്ന് പറയുന്ന പോളിസി സ്റ്റാൻസിൽ മാറ്റം വരാനുള്ള ഒരു ത്രസ്റ്റിലേക്കാണ് നമ്മുടെ മോണിറ്ററി പോളിസി മുന്നോട്ട് പോകുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന 5:1 നിന്ന് 4:2 മാറിയ ഒരു സാഹചര്യം നമുക്ക് അങ്ങനെ വേണം കാണാൻ. ന്യൂട്രൽ സ്റ്റാൻസിലേക്ക് മാറും എന്നൊരു പ്രതീക്ഷ ഒരു സെക്ഷൻ ആളുകൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ പോലും മെജോറിറ്റി വിഡ്രോവൽ ഓഫ് അക്കോമഡേഷൻ സ്റ്റാൻസിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. അതുപോലെ തന്നെയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ചെയ്തിരിക്കുന്നത്. എന്നാലും മാറുന്ന മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ മെജോറിറ്റിയിൽ വന്നിരിക്കുന്ന ഒരു മാറ്റം അടുത്ത മോണിറ്ററി പോളിസിയിലോ അല്ലെങ്കിൽ അതിനടുത്ത മോണിറ്ററി പോളിസിയിലോ റിപ്പോ റേറ്റിൽ ഒരു ചേഞ്ച് പ്രതീക്ഷിക്കാം എന്നുള്ള ഒരു സിഗ്നലാണ്. അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് വിഡ്രോവൽ ഓഫ് അക്കോമഡേഷൻ സ്റ്റാൻസിൽ നിന്ന് ന്യൂട്രൽ എന്ന് പറയുന്ന ഒരു സ്റ്റാൻസിലേക്ക് മാറാം എന്ന് പറയുന്ന ഒരു സിഗ്നലും കൂടെയാണ് നമുക്ക് ലഭിക്കുന്നത്. ഓക്കെ സർ, മനസ്സിലായിരിക്കുന്നു, വളരെ ക്ലിയർ ആണ്. അതായത് ഇപ്പോൾ വിഡ്രോവൽ ഓഫ് അക്കോമഡേഷനും അതോടൊപ്പം റെപ്പോ റേറ്റ് അൺചേഞ്ച് ആയാൽ പോലും അടുത്ത മീറ്റിംഗിൽ താങ്കൾ ഒരു റേറ്റ് കട്ട് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് വിഡ്രോവൽ ഓഫ് അക്കോമഡേഷൻ എന്നുള്ള സ്റ്റാൻസ് ന്യൂട്രൽ ആകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. വളരെ ക്ലിയർ ആണ്.